OBYOC ഷോപ്പിലുണ്ടായ ഒരു കേസും പ്രശ്നമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു ന്യൂസ് ടിവിയിൽ കണ്ട ആ മൊമെന്റിൽ തന്നെ ക്യാമറയൊക്കെ എടുത്ത് ഞാൻ വേഗം വീഡിയോ ചെയ്തു. കാരണം എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്നും വിശ്വസിച്ചിട്ടില്ല, അന്നും വിശ്വസിച്ചിട്ടില്ല. ഈ തെഫ്റ്റ് സംഭവം നടന്നു എന്നുള്ള കാര്യം വിശ്വസിക്കുന്നുണ്ട്. ആ 3 പെൺപിള്ളേരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അവർ പറഞ്ഞൊരു കണക്കുണ്ടല്ലോ, അതായത് ഇമിറ്റേഷൻ ഗോൾഡ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫാൻസി ഓർണമെന്റ്സ് വിൽക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് 65 ലാക്സ് അവിടെ നിന്ന 3 പെൺകുട്ടികൾ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ചു എന്നുള്ളതിനെ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. മോഷണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ 65 ലാക്സ് എന്ന് പറഞ്ഞ കേട്ട മൊമെന്റിൽ ഞാൻ പറഞ്ഞല്ലോ, ആ വാർത്ത ഞാൻ ഏഷ്യനെറ്റിലോ മറ്റോ കണ്ട ആ മൊമെന്റിൽ കണ്ട് തീരുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തു. എന്നിട്ട് വിത്തിൻ 1 hour ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് നമ്മൾ ഈ പറയുന്ന നമുക്ക് ഈ വീഡിയോ എടുക്കൽ മാത്രമല്ലല്ലോ, നമുക്ക് ഒരുപാട് അത്യാവശ്യം തിരക്കുകളൊക്കെ ഉള്ള വ്യക്തികളാണ്, മറ്റ് ജോലികളും കാര്യങ്ങളും ഒക്കെ നമ്മൾക്കുണ്ട്. അപ്പൊ അന്നും ഇതുപോലെ എന്തോ ഒരു തിരക്കോ ട്രാവലിംഗ് സംതിങ് ആയിരുന്നു. ഞാനിത് അപ്ലോഡ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ YT സ്റ്റുഡിയോ ഒന്ന് കയറി നോക്കിയപ്പോൾ ദിയ കൃഷ്ണ അന്തം ഫാൻസ് ആയിരുന്നു. അതായത് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ നിനക്ക് അസൂയല്ലേടി, കുശുമ്പല്ലേടി. അപ്പോൾ ഈ യൂട്യൂബ് അല്ലെങ്കിൽ റിയാക്ഷൻ വ്ളോഗിങ്ങിൽ ഒരു തുടക്കക്കാരി ആയതുകൊണ്ട് കൂടിപ്പോയ 2-3 വർഷത്തെ പഴക്കേ ഉള്ളൂ. റെഗുലർ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന ആളല്ല. എനിക്ക് റിയാക്ട് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു വീഡിയോ, ചിലപ്പോൾ 3 ആഴ്ച കൂടുമ്പോൾ 1-2 വീഡിയോ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു രീതി എനിക്കുള്ളത് കൊണ്ട് തന്നെ ഈ നെഗറ്റീവ് കോമൻസ്, എസ്പെഷ്യലി നിനക്ക് അസൂയല്ലേടി, ഇത് അതിന് വേണ്ടിയിട്ടല്ലേ, ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേടി എന്നുള്ള കോമൻസ് കുറേയൊക്കെ ഞാൻ കാറിലിരുന്ന് റിപ്ലൈ കൊടുത്തു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി വന്നിട്ട് ഞാൻ ആ വീഡിയോ അങ്ങ് പ്രൈവറ്റ് ആക്കിയിട്ട്, ഇപ്പോഴും എൻ്റെ YT സ്റ്റുഡിയോ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ ഉണ്ട്, ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടേക്കാണ്. ബിക്കോസ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്ന നെഗറ്റീവ് കമന്റിന് റിപ്ലൈ കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഈ കമന്റ് ഇടുന്ന ആളുകളാണെങ്കിൽ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഉത്തരമില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു മിസ്ലീഡിങ് അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അതുവഴി അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു വെള്ളപൂശൽ കിട്ടുക എന്നുള്ളത് എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഞാൻ നെഗറ്റീവ് കോമന്റ്സ് ഒക്കെ വരുമ്പോൾ അതിനങ്ങ് റിപ്ലൈ കൊടുക്കും. കാരണം ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവണമല്ലോ, ആ കമന്റ് ഇടുന്ന ആൾക്ക്, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും നമ്മളെ കേൾക്കുന്ന ആളുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് ഞാൻ കോമന്റ്സിനെല്ലാം റിപ്ലൈ കൊടുക്കും. ഈ അന്നത്തെ ആ ഹ്യൂജ് കോമന്റ്സ്, ആ നെഗറ്റിവിറ്റി കണ്ടോടുകൂടി എൻ്റെ പൊന്നു ഞാൻ പ്രൈവറ്റ് ആക്കി. പക്ഷെ കഴിഞ്ഞ ദിവസം ഷഫീന ബീബി എന്ന് പറയുന്ന ചേച്ചിയുടെ ചാനൽ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. പുള്ളിക്കാരത്തി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരത്തി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് പുള്ളിക്കാരത്തി നല്ല സ്പഷ്ടമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അധികം വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ പറയും. എനിക്ക് ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് അത്. ഞാനിങ്ങനെ വലിച്ചു നീട്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഇന്നലെ അവരുടെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കിത് പറയണമെന്ന്. പറഞ്ഞതുപോലെ അന്നും ഇന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു OC അന്തം ഫാൻസ്, ദിയ കൃഷ്ണയുടെ അന്തം ഫാൻസ് ഇതിനൊക്കെ വന്ന് നെഗറ്റീവ് കോമന്റ്സ് ഇടും. അവരെ വിശ്വസിക്കില്ല, കാരണം അന്ധമായി വിശ്വസിക്കുന്നത് കൊണ്ട്. പക്ഷെ അല്പം ബുദ്ധിയുള്ള ഒരു 90% ആളുകൾക്കും ഈ ഇമിറ്റേഷൻ ഗോൾഡ് വിൽക്കുന്ന കടയിൽ നിന്നും 65 ലക്ഷം രൂപ നഷ്ടമായി എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിൽ കള്ളത്തരമുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, മോഷണം നടന്നിട്ടുണ്ട്. പക്ഷേ ഇവർ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പ്രസന്റ് ചെയ്ത ആ ഒരു കണക്കുണ്ടല്ലോ, കണക്കിൽ നല്ല തിരിമറി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. 65 ലക്ഷം രൂപ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവർക്കും വരുന്ന സർവ്വസാധാരണമായിട്ടുള്ള ഒരു സംശയം തന്നെയാണ്, ഉറപ്പുള്ളൊരു സംശയം തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ വരുന്നതിനൊക്കെ കുശുംപാടി ഒരു ദിവസം 50,000, എനിക്ക് തോന്നുന്നു ഇന്നലെ ഷഫീന എന്ന് പറയുന്ന ചേച്ചിയുടെ ചാനലിൽ അവർ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ലേഡി കമന്റ് ചെയ്തിരിക്കുക, ചേച്ചി 50,000 രൂപ ഒരു ദിവസം കച്ചവടം നടന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അവർക്ക് അത്രയും ഏൺ ചെയ്യാൻ സാധിക്കും. 50,000 രൂപ ഇമിറ്റേഷൻ ഗോൾഡ് വിൽക്കുന്ന കടയിൽ നടക്കുമായിരിക്കും. നമുക്കിനിയിപ്പോൾ അതിനൊന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ എന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാലേ, ഈ OBYOC ഷോപ്പിൽ ഈ കേസും പ്രശ്നങ്ങളും വരുന്നതിന് മുന്നും വന്നതിന് ശേഷവും
ഇവരുടെ കച്ചവടത്തിലും അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ പേജിൽ, അതായത് യൂട്യൂബ് ചാനലുണ്ടല്ലോ ബൈ OC, അല്ലെങ്കിൽ OCയുടെ ചാനലിലൂടെ ഈ ഓർണമെന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ടൈപ്പ് ഓഫ് ഓൺലൈൻ കച്ചവടമാണല്ലോ, അപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് പോലെ. അപ്പോൾ ആ രീതിയിൽ വന്ന വലിയ ഒരു മാറ്റം എല്ലാവരും കണ്ടിരിക്കണം. ഈ കേസും പ്രശ്നങ്ങളും നടക്കുന്നതിന് മുന്നേ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ ഇതുപോലെ OCയുടെ ചാനലിലൂടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ പുള്ളിക്കാരത്ത് ഇങ്ങനെ കാണിക്കും. അതിനപ്പുറത്തേക്ക്, അതായത് നമുക്കറിയില്ല, അതായത് കസ്റ്റമേഴ്സിന് പാക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത്രയും ഒരു എമൗണ്ടിനുള്ള ഇത് പർച്ചേസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ദിയ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി പുറത്തു വിട്ടിരുന്നില്ല. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം, അതായത് ഈ OCയുടെ ഷോപ്പിൽ സിംഗപ്പൂരിൽ നിന്ന് ഓർഡർ കിട്ടി. 60,000 രൂപയുടെ ഓർഡറാണ്. US നിന്ന് വന്ന ഓർഡറാണ് ഇത്. 80,000 രൂപയുടെ ഓർഡറാണ്. അതായത് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇത്രയും കച്ചവടം ഞങ്ങൾക്ക് നടക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കച്ചവട തന്ത്രം ഈ ഉടമ കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഈ ഒരു കേസ് വന്നതിന് ശേഷം ഞാൻ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ ഈ പറയുന്ന കണക്ക് ഈ ഗോൾഡ് കവറിങ് ഒത്തിരി ഫാൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആക്സസറൈസ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ ഇതിങ്ങനെ കൃത്യമായി ഫോളോ ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു സംഭവത്തിന് ശേഷം ഇതിൻ്റെ ഉടമസ്ഥ വളരെ കഷ്ടപ്പെട്ട് ആരെയോ ബോധിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ഇത്രയും കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ, അതായത് ഒരു ബാസ്ക്കറ്റിനകത്ത് കുറച്ച് ഒരു 10-12 കളക്ഷൻ, ഇപ്പം ചെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ കമ്മലുകളാണെങ്കിലും ഒക്കെ എടുത്തിട്ട്, ഇത് സിംഗപ്പൂരിൽ നിന്ന് വന്ന ഒരു കസ്റ്റമറിൻ്റെ ആണ്, ജാൻസി എന്നോ എന്തൊക്കെയോ പേരൊക്കെ പറയുന്നുണ്ട്, എന്നിട്ട് ഈ ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഇതൊരിക്കലും പാക്ക് ചെയ്യുന്നതോ ഈ ഒരു അഡ്രസ്സിലേക്ക് കയറ്റി വിടുന്നതോ ഈ കസ്റ്റമർ, എന്തായാലും ആ കസ്റ്റമറിന്റെ പേര് പറയുന്നുണ്ട് പുള്ളിക്കാരത്തി. അപ്പോൾ ഇത്രയും ഹ്യൂജ് 60,000 റുപ്പീസിന് പർച്ചേസ് ചെയ്ത കസ്റ്റമറുടെ ഒരു ഹാപ്പി കസ്റ്റമർ എന്നുള്ള ഫോട്ടോയോ ഒന്നും പിന്നീട് ഈ ചാനലിലൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നല്ല. പുള്ളിക്കാരത്തിയുടെ ഷോപ്പിൽ നിന്ന് ഈ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് പോലെ കാണിക്കുന്നു. ഈ 80,000 രൂപയ്ക്ക് 60,000 രൂപയ്ക്ക് 30,000 രൂപയ്ക്കുള്ള ഹ്യൂജ് ഓർഡറാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല, എന്തുകൊണ്ട് ഈ കേസും പ്രശ്നങ്ങളും നടക്കുന്നതിന് മുന്നേ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു പർച്ചേസ് ഞങ്ങളുടെ ഷോപ്പിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പുള്ളിക്കാരത്തെ കാണിച്ചില്ല? ശരിക്കും അതായിരുന്നില്ലേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ? എനിക്ക് തോന്നുന്നു OC ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 വർഷത്തിൽ താഴെ ആയിട്ടേ ഉള്ളൂ. അപ്പം എങ്ങനെ പറഞ്ഞാലും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണതല്ലേ. അതായത് ആ തുടക്ക വർഷം തന്നെയാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യത്തെ ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ബിഗിനിങ് സ്റ്റേജ് തന്നെയാണ്. അപ്പോൾ ഇത്രയും എമൗണ്ടിനുള്ള പർച്ചേസ്, അതും ഫോറിൻ കൺട്രീസിൽ നിന്ന് ഓർഡറുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നത് ആ ഒരു പാർട്ട് തന്നെ ആയിരുന്നില്ലേ? അപ്പോൾ അതെന്തുകൊണ്ട് ഈ കേസും പ്രശ്നങ്ങളും നടക്കുന്നതിന് മുന്നേ തൻ്റെ ചാനലിൽ കൂടെ ഇട്ടില്ല? ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് പർച്ചേസ്, അതും പുറം രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇവർക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാമായിരുന്നു, കുറച്ച് കൂടുതലായിട്ട് ആളുകളിലേക്ക് ഇത് എത്തുമായിരുന്നു അല്ലേ? പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ കേസിനും പ്രശ്നത്തിനും ശേഷം മാത്രം ഇത് ഈ ഒരു രാജ്യത്തു നിന്ന് വന്ന ഓർഡറാണ്, ഇതാണ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ ആ കസ്റ്റമർ ഹാപ്പി കസ്റ്റമർ എന്നുള്ള രീതിയിലെങ്കിലും അവർക്ക് കിട്ടിയതായിട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് പാക്ക് ചെയ്യുന്നതായിട്ടോ ഒക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാതെ അങ്ങ് പറയുകയാണ്. അതായത് ആരെയും ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഈ കേസിന്റെ തുടക്ക ദിവസം എനിക്ക് തോന്നിയ സംശയം, വെറും ഒരു ആ ഒരു കടയെ ചെറുതാക്കി പറയുമൊന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഗോൾഡൻ കപ്പ് പോലെ റെന്റൽ ജ്വല്ലറീസ്, ഇതൊന്നും ഗോൾഡ് അല്ല, പക്ഷെ ഗോൾഡ് പോലെയുള്ള ഇമിറ്റേഷൻ സാധനങ്ങളാണ്. എനിക്കൊന്ന് ഗോൾഡിന് എത്രയും വില കൂടിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലുള്ള കടകളെയാണ്. പക്ഷേ നമ്മൾ ഒരു ജ്വല്ലറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഒരു സാധാരണ പെൺകുട്ടി അവൾ ഒറ്റയ്ക്ക് നടന്ന ഈ ഒരു സംരംഭത്തിൽ നിന്നും 65 ലക്ഷം രൂപ കടയിൽ നിന്ന പെൺകുട്ടികൾ മോഷ്ടിച്ചെടുത്തിട്ടും, അല്ലെങ്കിൽ ഇവരുടെ അക്കൗണ്ടിൽ നിന്നും 65 ലക്ഷം രൂപ മറിഞ്ഞു പോയിട്ടും ഈ പെൺകുട്ടി ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഹ്യൂജ് ഇൻകം ഉണ്ട്. അപ്പോൾ ഈ മോഷ്ടിച്ചെടുത്ത 65 ലക്ഷത്തിന്റെ കണക്ക് മാത്രം നമ്മൾ നോക്കി ഈ കടയുടെ വിറ്റുവരവൊന്നും നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ 65 ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു വെറും ഇമിറ്റേഷൻ ഗോൾഡ് വിൽക്കുന്ന ഈ ഷോപ്പിൽ എത്ര രൂപയുടെ ടേൺ ഓവർ ആയിരിക്കും?
അവിടെയാണ് നമ്മൾ ഗോൾഡ് ജുവലറികളുമായിട്ട് ഈ ഒരു ഷോപ്പിനെ കമ്പാരിസൺ നടത്തേണ്ട ആവശ്യം വരുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു കടയിൽ ഇപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം, ഇന്നലെ ഷെഫിന എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞ പോലെ ഒരു മാക്സിമം 10-15 ലക്ഷം ഒക്കെ ആണെങ്കിൽ അതുപോലും നമുക്ക് ഡൈജസ്റ്റ് ആവില്ല കേൾക്കുന്നവർക്ക്. ബിക്കോസ് ആ ഷോപ്പ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രശ്നത്തിന് ശേഷമാണ് ആ ഷോപ്പ് ഒന്ന് വലുതാക്കി ഭയങ്കര വലിയ രീതിയിലുള്ള ഇനോഗ്രേഷൻ, ഇതൊക്കെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേസിനും പ്രശ്നത്തിനും മുന്നേ ഉള്ള ഇവരുടെ കച്ചവട തന്ത്രങ്ങൾ, അതായത് ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ടിനുള്ള ഓർഡർ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞില്ല, പക്ഷെ അതിനുശേഷം ഇവരിത് ഹ്യൂജ് എമൗണ്ടിനുള്ള ഓർഡർ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഷോപ്പ് ഈ ഒരു പ്രശ്നത്തിന് ശേഷം വലിയ രീതിയിലാക്കുന്നു, വലിയൊരു ഷോപ്പ് എടുക്കുന്നു. പക്ഷെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് വരെയും ആ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ബിൽഡിങ്ങിൽ തന്നെ ആയിരുന്നു. അതങ്ങനെ വലിയ ഷോപ്പായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓസി കാണിച്ചിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. ഇത്രയും വലിയ ഒരു ജുവലറി ഷോപ്പ് പോലെ ആയിരുന്നില്ല. ജുവലറി ഷോപ്പ് ഉണ്ടെങ്കിൽ ഇത്രയും വലിയ വിറ്റുവരവ് നടക്കൂ എന്നും നമ്മൾ പറയുന്നില്ല എങ്കിലും അത്രയും ലക്ഷം രൂപ പോയിട്ടും എനിക്കൊരു ഷോപ്പ് തുടങ്ങി, അപ്പോൾ അത്രയും ടേൺ ഓവർ ഉണ്ട് എന്നാണ് പെൺകുട്ടി കാണിക്കുന്നത്. പക്ഷെ സാധാരണക്കാരന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു സാധാരണ ഇമിറ്റേഷൻ ഗോൾഡ് വിൽക്കുന്ന ഈ ഒരു കടയെ ജുവലറിയുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. ഞാൻ കല്യാൺ ജുവലറി ആയിട്ട് കമ്പയർ ചെയ്യുകയല്ല, അല്ലെങ്കിൽ മലബാർ ഗോൾഡ് ആയിട്ടൊന്നും കമ്പയർ ചെയ്യുകയല്ല. നമ്മുടെ നാടുകളിൽ കാണുന്ന നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന ചെറിയ ജുവലറി ഷോപ്പുകളുമായിട്ടൊന്ന് കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണോ എന്നൊന്ന് ചിന്തിക്കണം. നമ്മൾ ഒരിക്കലും വാദിക്കുന്നില്ല ഇവർ 65 ലക്ഷം രൂപ എന്ന് ഇങ്ങനെ, അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മീഡിയയുടെ എല്ലാം മുന്നിൽ 65 ലക്ഷം രൂപ പോയി എന്ന് പറയുന്നത് കള്ളമാണ്, അവർ പറയുന്ന പച്ചക്കള്ളമാണ് എന്നൊന്നും നമ്മൾ സ്ഥാപിക്കുന്നില്ല. പക്ഷെ കേൾക്കുന്ന നമ്മൾക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ബുദ്ധിമുട്ടിനെ കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ കേസും പ്രശ്നത്തിനും ശേഷം OBYOC എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് ഇവരുടെ ചാനലിൽ കൂടെ ഇടുന്ന വീഡിയോസ് കാണുമ്പോൾ. കാരണം ഞങ്ങൾക്ക് സിംഗപ്പൂരിൽ നിന്ന് ഇത്ര ഓർഡർ കിട്ടുന്നുണ്ട്, US നിന്ന് ഇത്ര ഓർഡർ കിട്ടുന്നുണ്ട്, ഗുജറാത്തിൽ നിന്ന് ഇത്ര ഓർഡർ കിട്ടുന്നുണ്ട്, അത് പിന്നെ നമ്മുടെ കൺട്രിക്കുള്ളിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇത്ര ഓർഡർ കിട്ടുന്നുണ്ട് എന്ന് ഇവർ നമ്മളെ ബുദ്ധിമുട്ടി കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ആ ഒരു കോണ്ടന്റിന് പോലും ഒരു ക്ലാരിറ്റി ഇല്ല. ഇതിങ്ങനെ എടുത്ത് വെക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത്ര പീസസ് ആണ് അവർ വാങ്ങിച്ചത്, കസ്റ്റമർ വാങ്ങിച്ച ഇത്ര പീസസ് ആണെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. ആ കസ്റ്റമറിന് വേണ്ടി പാക്ക് ചെയ്യുന്നതോ ഇത് സെൻഡ് ചെയ്യുന്നതോ ഒന്നും കാണിക്കുന്നത്, അതൊക്കെ അവരുടെ പ്രൈവസി ആയിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഓർഡർ വരുന്ന കാര്യം കൂടെ പ്രൈവസി ആയിട്ട് അങ്ങ് വെച്ചിരുന്നാൽ പോരെ. അപ്പോൾ ഇത് ഷെഫീന ബീവിയുടെ ചാനലിൽ എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, മറ്റൊരു ചാനലിൽ ഒരു ഇന്റർവ്യൂ, കപ്പിൾസ് ആണ്. ഞാൻ ആ ചാനൽ എനിക്ക് ഏതാണെന്ന് മനസ്സിലായില്ല കേട്ടോ, ആ വീഡിയോ എന്താണെന്ന് മനസ്സിലായില്ല, ഞാൻ കുറെ തപ്പി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഷെഫീന എന്ന് പറയുന്ന ചേച്ചിയുടെ ഈ ചാനലിൽ ഈ ഒരു വീഡിയോ വന്നപ്പോൾ അതിന്റെ തുടക്കത്തിൽ ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു പോർഷൻ വെച്ചിട്ടുണ്ട്. അപ്പം ആ കപ്പിൾസിനോട് ഇന്റർവ്യൂവർ ഇങ്ങനെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ 65 ലക്ഷം രൂപയുടെ നഷ്ടമൊക്കെ വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. 65 ലക്ഷം രൂപ മാറി മറിഞ്ഞു കഴിഞ്ഞിട്ടും ആ ഒരു സംരംഭത്തിന്റെ ഉടമസ്ഥയ്ക്ക് ഇത് മനസ്സിലായില്ല എങ്കിൽ എനിക്ക് തോന്നുന്നു, അതായത് അവരുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാക്കിയിട്ടാണ് അവരത് നഷ്ടപ്പെട്ടത്, അവരറിഞ്ഞില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അതായത് ഒന്ന് എന്നാ പറയുന്നത്, നമുക്ക് ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഷീമാട്ടിയുടെ ഓണർ ബീന കണ്ണൻ ആണെങ്കിലും ഇനിയിപ്പം പട്ടാഭിരാമൻ കല്യാൺ ജുവല്ലേഴ്സിന്റെ ഓണറിനാണെങ്കിലും 65 ലക്ഷം രൂപയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത് ഒറ്റ മണിക്കൂറിനുള്ളിൽ അവർക്ക് മനസ്സിലാകും, ഒരൊറ്റ ദിവസത്തിനുള്ളിൽ അവർക്ക് മനസ്സിലാവും. അല്ലാതെ കുറച്ച് നാളുകളായിട്ട് 3-4 മാസം കൊണ്ട് ഇവരിങ്ങനെ 65 ലക്ഷം രൂപ കുറേശ്ശെ എടുത്തു, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കില്ല. 1 രൂപ മിസ്സായി കഴിഞ്ഞാൽ ഏതൊരു സംരംഭകനും അത് മനസ്സിലാകും. അല്ല എങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതുപോലെ ഇങ്ങനെ കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ് പ്രോപ്പറായിട്ടൊന്നും നടക്കാത്തൊരു കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കാറേ ഉള്ളൂ എങ്കിൽ പോലും ഈ ഒരു സംഭവം വ്യക്തമായി അറിയേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ ദിയാകൃഷ്ണ ഇങ്ങനെ പറയുന്നു, അവർ തന്നെയായിരുന്നു ഓർഡർ എടുക്കുന്നത്. ഓർഡർ എടുക്കാനുള്ള പൈസ കൊടുക്കുന്നതും ദിയാകൃഷ്ണ തന്നെ ആയിരുന്നില്ലേ? എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഈ പുള്ളിക്കാരത്തി ഈ വീഡിയോ, ഈ ഓർണമെന്റ്സിന്റെ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്തും ഷോപ്പിലേക്ക് തന്നെ ആയിരുന്നല്ലോ പോയിരുന്നത്. 1 രൂപ എക്സ്ട്രാ, ഇപ്പം അംബാനിക്കാണെങ്കിലും എക്സ്ട്രാ 1 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് അത് ഭയങ്കര ഹാപ്പിയാവും. അതാണ് പൈസയുടെ മൂല്യം എന്ന് പറയുന്നത്. ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ പൈസ അത്യാവശ്യമാണ്. അപ്പോഴാണ് ഇവിടെ സാധാരണ ഒരു ഇമിറ്റേഷൻ ഗോൾഡ് വിൽക്കുന്ന ഷോപ്പിൽ 65 ലക്ഷം നഷ്ടപ്പെട്ടിട്ട് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അത് നഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ആ കണക്കിൽ
ഒരു കള്ളത്തരം ഉണ്ടല്ലോ. ഈ പെൺകുട്ടികളെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവൾമാരെ കാരണം നിന്ന ഷോപ്പിൽ നിന്ന് വിശ്വാസ വഞ്ചന കാണിച്ച് ഇങ്ങനെ ഒരു വൃത്തികെട്ട പ്രവൃത്തി കാണിച്ചിട്ട് മീഡിയയ്ക്ക് മുന്നിൽ അത് പല രീതിയിൽ ന്യായീകരിക്കുമ്പോൾ നമ്മൾ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ കാണിച്ച ആ ഒരു എമൗണ്ടില്ലേ 65 lakhs, അവിടെ എന്തോ ഒരു കള്ളത്തരം ഉള്ളതുപോലെ എല്ലാവർക്കും മനസ്സിലായി. ഈ പറഞ്ഞ 65 ലക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവർക്കും ഒരു കോൺഫിഡൻസ് കുറവ് ഇപ്പോൾ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് പുറത്തു നിന്നൊക്കെ ഇത്ര ബൾക്ക് ഓർഡറുകൾ കിട്ടുന്നുണ്ട് എന്ന് ഇപ്പോൾ എല്ലാവരെയും കാണിക്കുന്നത്. നമ്മൾ ആരെയും അതായത് നീ തെറ്റാണ്, നീ കള്ളമാണ് എന്നൊന്നും പറയല്ല. ആ വാർത്ത കേട്ട ഒരു കേൾവിക്കാരിയാണ്. എനിക്കുണ്ടായ ഒരു സംശയമാണിത്. മനസ്സിലായില്ലേ? ഈ ഒരു ഇമിറ്റേഷൻ ഗോൾഡ് വിൽക്കുന്ന സ്ഥാപനത്തെ മറ്റൊരു ജ്വല്ലറിയുമായിട്ട് കമ്പാരിസൺ നടത്താൻ എനിക്ക് പ്രചോദനമായത് നിങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് പറഞ്ഞ ആ കണക്കാണ്. ആ കണക്ക് അത്രയും പോയിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? അപ്പോഴും മനസ്സിലാവില്ലായിരുന്നു. ഇഷാനിയുടെ ഒരു സുഹൃത്ത് ഇവരോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ദിയാകൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി അതറിയത്തു പോലുമില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യം. ഓരോ അബദ്ധത്തിൽ നിന്ന് ഓരോ ആളുകൾ പഠിക്കും. ഇപ്പോൾ ഓസി അത് കൃത്യമായിട്ട് കടയിലൊക്കെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. എങ്കിൽ പോലും അത്രമാത്രം ഒരു കെയർലെസ്നെസ് എന്തുകൊണ്ട് അവിടെ വന്നു എന്നുള്ള കാര്യവും ആ കണക്കുകളും തമ്മിൽ അങ്ങോട്ട് കണക്ട് ആവാത്ത പോലെ തോന്നി. അന്നും ഇന്നും എനിക്ക് തോന്നുന്നു എന്നെ പോലെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവും. എൻ്റെ കമൻറ്റ് സെക്ഷൻ മുഴുവൻ ദിയാകൃഷ്ണയുടെ അന്തം ഫാൻസിനെ കൊണ്ട് ഇന്ന് നിറയുന്നതായിരിക്കും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ദിയാകൃഷ്ണനെ ഇഷ്ടമില്ലാത്ത ഒരാളൊന്നുമല്ല ഞാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ആശയപരമായിട്ടുള്ള വ്യത്യാസമാണ് പറയുന്നത്. ദിയാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ദിയാകൃഷ്ണ എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് അത് എതിർത്ത് സംസാരിക്കുന്നതല്ല. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീ ഇന്ന വസ്ത്രം ധരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്ര ഹെയ്റ്റ് വരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന, അതിനപ്പുറത്തേക്ക് വളരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കത്തില്ല. എന്നെ കൊന്നാലും ഞാൻ വിശ്വസിക്കത്തില്ല. 65 ലക്ഷം രൂപ നഷ്ടമായി മീൻസ് പൈസ നഷ്ടമായി. 65 ലക്ഷം രൂപ ആ ഒരു കണക്ക് പറയുമ്പോൾ എനിക്ക് മലബാർ ഗോൾഡുമായിട്ടും കല്യാൺ ജുവല്ലേഴ്സുമായിട്ടും ജോസ്കോ ജുവല്ലേഴ്സുമായിട്ടൊക്കെ കമ്പാരിസൺ നടത്താനാണ് തോന്നുന്നത്. കാരണം അത്രയും വലിയൊരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചോദിക്കും ഓരോ ദിവസവും ജോസ്കോയിൽ നിന്ന് 65 ലക്ഷത്തിൻ്റെ കച്ചവടമേ നടക്കുന്നുള്ളൂ എന്ന്. അല്ല, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. സാധാരണ ഇമിറ്റേഷൻ ഗോൾഡ് വിൽക്കുന്ന കടയിൽ നിന്ന് 65 ലക്ഷം രൂപ നഷ്ടമായി എന്നിവർ പറയുമ്പോൾ ആ കടയിൽ എത്രത്തോളം ഇൻകം കിട്ടുന്നു? അതെങ്ങനെയാണ് അത്രയും ഒരു ഇമിറ്റേഷൻ ഗോൾഡ് വിൽക്കുന്ന കടയിൽ അങ്ങനെ ഒരു ഇൻകം ഉണ്ടാകുന്നത്, അങ്ങനെ ഒരു ടേൺ ഓവർ ഉണ്ടാകുന്നത്? അത്രയും രൂപയുടെ സ്റ്റോക്ക് ഇവർ പർച്ചേസ് ചെയ്യുന്നുണ്ടാവോ? എങ്ങനെയാണെങ്കിലും ഒരു 50% ലാഭത്തിൽ, ഇപ്പം 50% ലാഭത്തിൽ വിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, 20 to 30, അല്ലെങ്കിൽ പിന്നെ കഴുത്തറപ്പനല്ലേ. അങ്ങനെ ആണെങ്കിൽ പോലും ഈ നഷ്ടപ്പെട്ട പൈസയുടെ പകുതി ഇവർ സ്റ്റോക്ക് എടുക്കുന്നുണ്ടായിരിക്കുമോ? അങ്ങനെയാണെങ്കിലും കണക്കിൽ കുറച്ച് താളപ്പിഴകൾ എവിടെയോ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ചിന്തിച്ചാൽ, അല്ലേ?